കൊല്ലത്തു നിന്ന് എറണാകുളത്തേക്കുള്ള ഒരു മെമു ട്രെയിനിലെ ഒരു ദൃശ്യമാണിത്. 15നും 20നും ഇടയിൽ പ്രായമുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ്. ആൺകുട്ടിയുടെ മടിയിൽ പെൺകുട്ടിയിരിക്കുന്നു. പെൺകുട്ടിയുടെ രണ്ട് ശക്തിയായി പിടിച്ച് ഞെരിച്ചുകൊണ്ട് രസിക്കുകയാണ് ആൺകുട്ടി. പെൺകുട്ടിയും അത് ആസ്വദിക്കുന്നുണ്ട് എന്ന് നമുക്ക് നന്നായി. പഠിക്കാൻ പോകുന്ന എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും ഇങ്ങനൊന്നല്ല. പക്ഷെ നമ്മുടെ മക്കളിൽ പലരും ഇങ്ങനെയാണ്. ഒരു പെൺകുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, സിംഗിൾ ആണോ വെച്ചാൽ ഒരാളും സിംഗിൾ അല്ല. 9ാം ക്ലാസ്സിൽ കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടു. സത്യത്തിൽ ആ വീഡിയോ കണ്ട് ഞാൻ ഷോക്കായി എന്ന് പറയാൻ കാരണം, നമ്മൾ സാധാരണ കണ്ടുകൊണ്ട് കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. പക്ഷെ അത് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു എന്നുള്ളതാണ്. ആ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു പെൺകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ തല താഴ്ത്തേണ്ട ഗതികേടാണ്. ആ വീഡിയോയിലുള്ളത് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ, ചെറിയ പ്രായമുള്ള പെൺകുട്ടികൾ, ഇവർ പഠിക്കാൻ വേണ്ടി പോകുന്ന സൗകര്യങ്ങൾ, സ്ഥലങ്ങൾ, ഇവരൊക്കെ ഇവർ ചെയ്തു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളുണ്ടല്ലോ. ഈ പെൺകുട്ടികളും ആൺകുട്ടികളാണ് നമ്മുടെ വീട്ടിൽ വളരുന്നത് എന്നുള്ളൊരു ഞെട്ടൽ. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. കൊല്ലത്തു നിന്ന് എറണാകുളത്തേക്കുള്ള ഒരു മെമു ട്രെയിനിലെ ഒരു ദൃശ്യമാണിത്. 15നും 20നും ഇടയിൽ പ്രായമുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ്. ആൺകുട്ടിയുടെ മടിയിൽ പെൺകുട്ടിയിരിക്കുന്നു. പെൺകുട്ടിയുടെ രണ്ട് ശക്തിയായി പിടിച്ച് ഞെരിച്ചുകൊണ്ട് രസിക്കുകയാണ് ആൺകുട്ടി. പെൺകുട്ടിയും അത് ആസ്വദിക്കുന്നുണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. സമീപത്തുള്ള യാത്രക്കാര് ലജ്ജാപൂർവ്വം മുഖം കുനിച്ചിരിക്കുകയാണ്. ഇതാണ് പഠിക്കുവാനെന്ന വ്യാജേന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പോൾ മിക്കവാറുമൊക്കെ കാട്ടിക്കൂട്ടുന്ന പ്രക്രിയകൾ. നമ്മുടെ കേരള സമൂഹത്തിലെ മാതാപിതാക്കൾ ഇതൊക്കെ തീർച്ചയായിട്ടും കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അവരുടെ കണ്ണ് തുറക്കേണ്ടതാണ്. അത് തന്നെയുമല്ല, ഇത്തരത്തിലുള്ള പബ്ലിക് പ്ലേസിൽ ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് ന്യൂസൻസ് ആണോ എന്ന് എനിക്കറിയില്ല. ഇത്തരത്തിലുള്ള ചേഷ്ടകൾ ചെയ്യുന്നത് തീർത്തും നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ഈ വീഡിയോ ഇട്ട് എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കരുത് കേട്ടാ. ഇയാളെന്താണ് ഇതുപോലത്തെ വീഡിയോ ഇട്ടിരിക്കണമെന്നുള്ള ഞാനൊരു അവയർനെസ് ആയിട്ട് പറയാം. പഠിക്കാൻ പോകുന്ന എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും ഇങ്ങനൊന്നല്ല. പക്ഷെ നമ്മുടെ മക്കളിൽ പലരും ഇങ്ങനെയാണ്. ഒരു പെൺകുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, സിംഗിൾ ആണോ വെച്ചാൽ ഒരാളും സിംഗിൾ അല്ല. 9ാം ക്ലാസ്സിൽ കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ മിക്ക പെൺകുട്ടികളും കമ്മിറ്റഡ്. അത് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജാണ്. അതായത് ആരോടെങ്കിലും ഒക്കെ ആയിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. പഠിക്കാൻ പോകുന്ന എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ പറയില്ല. നിങ്ങൾ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ പോയോക്കുക, പാർക്കുകളിൽ പോയോക്കുക, അവിടെ നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പോൾ കൗമാരക്കാരായ കുട്ടികൾ, കോളേജ് തല പിള്ളേർ. ഞാൻ ഓരോ ബസ് സ്റ്റാൻഡ് പേര് ഞാൻ പറഞ്ഞില്ല, സരോവരം പാർക്ക്, കുറ്റിപ്പുറത്തുള്ള നീള പാർക്ക്, ഇവിടൊക്കെ ചെല്ലുമ്പോൾ ഞാൻ പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ പല സബ്ജക്റ്റിലും പല ആളുകളും അവരുടെ വിഷമങ്ങൾ വന്ന് പറയാകുമ്പോൾ ഞാൻ വന്ന് പറയൽ, നിങ്ങൾ മറ്റേ കുറ്റിപ്പുറത്ത് വന്ന് ഇറങ്ങി നീള പാർക്കിലേക്ക് വരൂ, ഞാൻ അവിടേക്ക് വരാം, അവിടെ ഇരുന്ന് സംസാരിക്കാൻ. കാരണം രാവിലെ നല്ല ഫ്രഷ് എയറിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യും, കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യാമല്ലോ. വരാൻ ട്രെയിൻ ഇറങ്ങിയ സൗകര്യമാണ്. അവിടെ രാവിലെ ചെന്നാൽ കാണുന്നൊരു കാഴ്ച നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാഴ്ച. അപ്പോൾ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ, ഇന്ന് അവർ നേരിടുന്ന വെല്ലുവിളി ഇത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ. ഇത് ട്രെയിനിൽ പോലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ എവിടെയൊക്കെ ഒരു സൗകര്യം കിട്ടിയോ ഇതൊക്കെ ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. ആത്മഹത്യക്ക് ശ്രമിക്കാൻ കാരണം വീട്ടുകാരുമായിട്ട് വഴക്കിട്ടതാണ്. അങ്ങനെ വഴക്കിടാനൊരു കാരണം ഉണ്ടാവുമല്ലോ. ആ വഴക്കിടാനുള്ള കാരണം അന്വേഷിച്ചപ്പോഴാണ് ആ പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയുമായിട്ട് സൗഹൃദമുണ്ട്. സൗഹൃദങ്ങളൊക്കെ നല്ല തന്നെയാണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ സൗഹൃദം അതിൽ വിട്ട് കടക്കാൻ തുടങ്ങിയത് വീട്ടുകാർ മനസ്സിലാക്കി. വീട്ടുകാർ മനസ്സിലാക്കാനൊരു കാരണമുണ്ട്. എപ്പോഴും ഈ പെൺകുട്ടി ഫോണിലാണ്, എല്ലാവരോടും ഭയങ്കര വഴക്ക്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ ഫോണ് പരിശോധിക്കുമ്പോഴാണ് ഭയങ്കര ചാറ്റിങ്. ആ ചാറ്റിൻ്റെ പിറകു വശം പോയപ്പോൾ ഈ പെൺകുട്ടി ഒരുപാട് എന്താ പറയുക സ്വകാര്യ ചിത്രങ്ങളൊക്കെ ആർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, ഈ കാമുകൻക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വീട്ടുകാർ വെറുതെ ഇരിക്കില്ല. ഓനെ പോയിട്ട് പെരുമാറിയ സമയത്ത് ഓനാ ദേശത്തിന് എന്ത് ചെയ്തു, ഇവളുടെ ഫോട്ടോസുകളൊക്കെ ഈ ടെലഗ്രാം വഴി പലർക്കും അയച്ചു കൊടുത്തു. അങ്ങനെ ടെലഗ്രാം വഴി അയച്ചു കൊടുത്തിട്ട് നാണക്കേടായ സമയത്താണ് ഈ പെൺകുട്ടി എന്ത് ചെയ്തത്, ഈ തരത്തിലൊരു കടുങ്കൈ ചെയ്തത്. പക്ഷേ കടുങ്കൈ ചെയ്തത് രക്ഷപ്പെട്ടു. ആ പെൺകുട്ടി രക്ഷപ്പെട്ടു, കേസായി, അയാൾക്കെതിരെ പോക്സോ കേസായി. അപ്പോൾ ഇന്ന് സൗഹൃദ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നൊരു തെമ്മാടിത്തരങ്ങൾ ഇങ്ങനെ. പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇത് കയ്യും പിടിച്ചിട്ട് ഭാര്യയും ഭർത്താവും പോലെ പോവുക. ഇപ്പം ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾ പറയുന്നൊരു വാക്ക് ഇങ്ങനെ അത് കേൾക്കുന്ന ചില ആൾക്കാരും നീ ലിംഗം കൊണ്ട് ചിന്തിക്കണം, ഇതാണ് ഉപയോഗിക്കുന്നൊരു വേർഡ്, ലിംഗം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇന്ന് ഇത്തരം പരിപാടികളൊക്കെ നോർമലൈസ് ചെയ്യുന്നൊരു വിഭാഗം. എവിടങ്ങൾ സാഹിത്യത്തിലാണെങ്കിലും കലകളിലാണെങ്കിലും സിനിമയിലാണെങ്കിലും സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കെ വേറൊരു കാമുകനായിട്ട് ജീവിക്കുന്നത് ഒരു തെറ്റായിട്ട് പോലും കാണിക്കണില്ല. ഇപ്പം നിങ്ങൾ ഇന്നലെ കണ്ടോ, വിജയ് എന്ന് പറയുന്ന ഒരാൾ സിനിമാ നടൻ മുഖ്യമന്ത്രിയായി, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി. ആ ചടങ്ങിലേക്ക് വിജയുടെ 2 മക്കളുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട്.
അവർ വന്നിട്ടില്ല. ഭാര്യ ആയിരുന്ന സംഗീത വന്നിട്ടില്ല. എന്താ കാരണം? ഈ ഭർത്താവായ വിജയിൻ്റെ തോന്നിവാസങ്ങൾ ഭാര്യ കണ്ടുപിടിച്ചിട്ട് ഇതൊരു വലിയ പ്രശ്നമാക്കി ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു. ഡിവോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ വളരെ അത്ഭുതകരമായിട്ട് ഒരു മനുഷ്യൻ മുഖ്യമന്ത്രിയാവണ ചടങ്ങിലേക്ക് ആ ഭാര്യയ്ക്ക് വരാൻ കഴിയുമായിരുന്നില്ല. കാരണം ഭർത്താവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റായിട്ട് ആ മക്കൾ പോലും വന്നില്ല. പക്ഷെ അവിടെ നിറഞ്ഞ സാന്നിധ്യമായിട്ടുണ്ടായിരുന്ന ആളാരാണ്? ഈ വിജയുടെ കാമുകി എന്ന് അറിയപ്പെടുന്ന തൃഷ എന്ന് പറയുന്ന ഒരു നടിയാണ്. ആ നടിയെ ഈ വിജയുടെ അമ്മ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സ്നേഹത്തോടെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോർമലൈസ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്. ഞാൻ ഇന്നലെ ഈ വിഷയം ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചത് നീ ലിംഗം കൊണ്ടാണ് ചിന്തിക്കണത് എന്ന്. അങ്ങനെ ചിന്തിച്ചിട്ടല്ല. ഈ അടുത്തിറങ്ങിയ പാട്രിയറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്, ഒരു ദേശസ്നേഹവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സിനിമ. അത് വളരെയധികം ഡിജിറ്റൽ രംഗത്തെ ചതികളെ കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ്. ആ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾക്ക് ഭാര്യ ഉണ്ടായിരിക്കെ വേറൊരു കാമുകനായിട്ട് ജീവിക്കുന്നതിനെ നോർമലൈസ് ആയിട്ട് കാണുകയാണ്. അതൊരു തെറ്റായിട്ട് അതിൽ കാണില്ല. നിങ്ങൾ ഏത് സിനിമ എടുത്ത് നോക്കിക്കോ, അതൊക്കെ ഈ അടുത്തൊരു സിനിമ ഉണ്ട്, ആ സിനിമയിൽ ഒരാളിനെ കൊല്ലുന്ന കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി ഡംപ് ചെയ്യുന്നത് തമാശ പോലെ കാണിച്ചിരുന്ന മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ. അപ്പം ഈ സിനിമ എന്ന് പറയുന്ന സാധനം, കലകളൊക്കെ ഇത്തരം കാര്യങ്ങളെ തമ്മാടിത്തരങ്ങൾ നോർമലൈസ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടേത്. അപ്പോൾ പിന്നെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഇങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നമ്മുടെ മക്കൾ പെൺകുട്ടികളാണോ, അവർ പലപ്പോഴും ഈ പ്രണയക്കെണിയിലാണ്. ഞാനിതിനെ പ്രണയക്കെണി എന്നാ പറയാം. ഈ പെൺകുട്ടികൾക്ക് ഇത് മനസ്സിലാവില്ല. ഇവരെ പലപ്പോഴും അപ്രോച്ച് ചെയ്യുന്ന ആൺകുട്ടികൾക്ക് ആവശ്യം ഇവരെ ശരീരമാണ്. ഇവരെ തൊട്ടുരുമ്മി ഇരുന്ന് പിടിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് പിന്നെ ഫോട്ടോസ് ആവശ്യപ്പെട്ട് പിന്നെ കിട്ടിയില്ലെങ്കിൽ ഇത് ഭീഷണിയാണ്. ഈ ഭീഷണിയിൽ നമ്മൾ പലപ്പോഴും കേസിലാവുന്നത് രക്ഷിതാക്കൾ പിടിച്ച് ആ പെൺകുട്ടിയെ കൺവീൻസ് ചെയ്യിപ്പിച്ച് കേസ് കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് കേസ് കൊടുക്കുമ്പോഴാണ് നമ്മളറിയാം. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ പോകണം. ആ പോണ സമയത്ത് സൗഹൃദങ്ങളും ഉണ്ടാവണം. പക്ഷെ ഒരിക്കൽ പോലും നിങ്ങളുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതേപോലത്തെ രീതിയിലുള്ള സൗഹൃദങ്ങളിൽ ഉണ്ടാവരുത്. ഇത് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് പോലെ ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറയുകയാണെങ്കിലും ഞാനിത് പറയലുണ്ട്. ആ ഒരു അവയർനെസ് ആണ് നൽകുന്നത്. ഇപ്പോൾ ഒരു മക്കൾ പഠിക്കുന്ന കുട്ടികൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളും പുറത്ത് പോയിട്ട് പഠിച്ചതാണ്. ഞാൻ പണ്ട് ഹൈദരാബാദിലെ ജാമിയ നിസാമിൽ പഠിക്കുന്ന കാലത്ത് കുറച്ചു കാലം ഇഫ്ലുവിലായിരുന്നു, അവിടുത്തെ ഹോസ്റ്റലിലായിരുന്നു താമസം ഉണ്ടായിരുന്നത്. അവിടെ പഠിക്കും, അവിടെ ആൺ പെൺ വ്യത്യാസങ്ങളേ ഇല്ല. ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ പെൺകുട്ടികളും ഏറ്റവും അധികം ഗർഭനിരോധന ഉറകൾ ആവശ്യം വരുന്ന ഒരു ഹോസ്റ്റലാണ്. നമ്മുടെ മിക്ക ഹോസ്റ്റലുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെ ഏറ്റവും കൂടുതൽ ചിലവരുന്ന കോണ്ടമാണ്. എന്തിനാണത്? പഠിക്കുന്ന പിള്ളേർ, കോളേജ് പിള്ളേർക്ക് കോണ്ടം, അവർക്ക് ബലൂൺ ഊതി കളിക്കാനോ അല്ല. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ സൊസൈറ്റി ഈ ഒരു ആളുകളാണ് പഠിച്ച് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പലരും അതിനെ പോസിറ്റീവായിട്ട് കാണാം. അവരെല്ലാം അനുഭവിക്കട്ടെ, എല്ലാ ജീവിതത്തിൻ്റെ ഘടകങ്ങളും അവർ അനുഭവിച്ച് വരുമ്പോൾ അവർ നല്ല പൗരന്മാരാകും. അവർ നല്ല പൗരന്മാരല്ലാവുക, അവർക്ക് അവനവൻ്റെ ലൈഫിനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി പോവുക ചെയ്യുക. നമുക്ക് ചില നിയന്ത്രണങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയന്ത്രണങ്ങളും നിയമങ്ങളൊക്കെയാണ് നമ്മളെ മനുഷ്യരാക്കണേ. അല്ലെങ്കിൽ നമ്മൾ രണ്ട് കാലുള്ള മൃഗമാണ്. പലപ്പോഴും ആളുകൾ ആട്ടി ഓടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ആട്ടി ഓടിക്കാൻ പോണവൻ ആരായിട്ട് മാറും? വല്ല സദാചാര പോലീസായിട്ട് മാറും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തലശ്ശേരി ഭാഗത്ത് ഇതേപോലെ സ്വകാര്യമായിട്ടിരിക്കുന്ന ചിത്രങ്ങൾ ആരും മൊബൈലിലൊക്കെ പകർത്തിയിട്ട് അത് വിൽപ്പനയ്ക്ക് വെക്കുന്നതുണ്ടായി. തിരുവനന്തപുരം ഭാഗത്ത് സിനിമാ തിയേറ്ററിൽ അത് പോയി കഴിഞ്ഞിട്ട് ഈ പരിപാടി നടത്തിയിട്ട് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ലീക്കാക്കി. ഇത് തിയേറ്ററിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതൊക്കെ CCTV ഉണ്ട് എന്ന് അറിയാനുള്ള ഒരു ബോധം പോലും ഇല്ലാത്ത കൗമാരക്കാരാണ് അവിടെ പോയിട്ട് ഈ പിടുത്തം നടത്തുന്നത്. ഇത് മുഴുവൻ CCTV വഴിയിട്ട് ആരോ ഹാക്ക് ചെയ്തിട്ട് പുറത്ത് വന്നു. അപ്പോൾ ഞാനിങ്ങനെ പഠിക്കാൻ പോണവരെ ആക്ഷേപിച്ചു എന്നൊരു അർത്ഥത്തിൽ കാണരുത്, അല്ലെങ്കിൽ ലിംഗം കൊണ്ട് ചിന്തിച്ചു എന്ന് പറഞ്ഞ് കാണണ്ട. ഇന്ന് ലിംഗമുള്ള ആളുകളാണല്ലോ, ആണായാലും പെണ്ണായാലും, അവർ ചെയ്തു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളെ തുറന്ന് കാട്ടി. നമ്മൾ തുറന്ന് കാട്ടുമ്പോൾ പിന്നെ നമ്മൾ വല്ല ഫണ്ടമെന്റലിസ്റ്റോ താലിബാനിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരുകളൊക്കെ വരാം. ഓക്കെ, ഞാൻ ആ പേര് സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ പെൺകുട്ടികളാണെങ്കിൽ, നിങ്ങളുടെ ആൺകുട്ടികളാണെങ്കിൽ നിങ്ങളിത് അംഗീകരിക്കോ? ഒരിക്കലും ഇല്ലല്ലോ. അത്ര തന്നെ ഞാൻ പറഞ്ഞുള്ളൂ. മക്കളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവണം. അവരെവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു. പഠിക്കാൻ വേണ്ടി പോകണം ബാംഗ്ലൂർക്ക് പറഞ്ഞിരുന്ന പല കുട്ടികൾ പിന്നെ ലഹരിയുടെ കരിയർമാരായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിനെ പിടിച്ചു. ഇത് നമുക്കിതൊന്നും നമ്മുടെ കുടുംബത്തില്ല. നമ്മുടെ കുട്ടി ഡീസൻ്റ് ആണെന്ന് കരുതുന്നത്, നമ്മുടെ കുട്ടി ആരുമായിട്ട് സൗഹൃദം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിക്കുന്നതും അതൊന്ന് മനസ്സിലാക്കണം നല്ലതാണ്. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മഖാമ് ഏത് അറബ് രാഷ്ട്രത്താണ് സ്ഥിതി ചെയ്യുന്നതാണ് ചോദ്യം. അതായത് നമ്മൾ ഇന്നലെ ചോദിച്ചതിന് ഉത്തരം അയ്യൂബ് നബി അലൈഹിസ്സലാം എന്നുള്ളതാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമാണ് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായി ഒടുവിൽ വലിയ സന്തോഷത്തിലേക്ക് വന്നതും ആ പ്രവാചകനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മഖാമ് മഖ്ബറ ഒരു ഗൾഫ് രാഷ്ട്രത്തിലാണുള്ളത്. ഒരു രാഷ്ട്രത്തിലാണ്. പല ആളുകളും അവിടെ പോയ ആളുകളും ഇന്നലെ തന്നെ പലരും പറഞ്ഞു ഞങ്ങൾ അവിടെ പോയിരുന്നു, സിയാറത്ത് ചെയ്തിരുന്നു, കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മഖാമ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം.
അതിന് ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.